ചമാര തകർപ്പ മീനുകളുടെ ഒരു വിഹാര കേന്ദ്രത്തിലാണ് നമ്മളിന്ന് വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത്. കൈച്ചൂണ്ടപ്രയോഗമാണ് നമ്മളിവിടെ നടത്തുന്നത്. അത് കൈച്ചൂണ്ടിടാനായിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള പോളോടാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബെയ്റ്റും നല്ല തീപ്പൊരു ബെയ്റ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ചെറിയ ഫ്ലോട്ട് വിട്ടിട്ടുണ്ട്. അധികം ദൂരത്തേക്ക് നമുക്ക് ചൂണ്ടേണ്ട കാര്യമില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ മീനുകളുണ്ട്. നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ മീനുകൾ നമ്മുടെ ബെയിനെ പൊതിയുന്നുണ്ട്. ചെറിയ മീനുകളാണ് ആദ്യം വരിക. അതിനുശേഷമാണ് മുട്ട മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ച് നിൽക്കണം. എപ്പോഴാണ് നമ്മൾ ഫ്ലോട്ട് മീൻ അടിച്ച് താത്തിക്കൊണ്ട് പോകുന്നത് ആ സമയത്ത് തന്നെ നല്ല കലക്കനൊരു ഹുക്കുപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കേസാണ്. മീനെങ്ങും പോകത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും നമുക്കിവിടുന്ന് അടി വീഴാം. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കുകയാണ്. ഒരു മീനിപ്പോൾ കൊത്തിയിട്ട് വിട്ട് കളഞ്ഞ് അത്യാവശ്യം വലപ്പുള്ളൊരു കുറവാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബെയ്റ്റ് കൊത്തിക്കൊണ്ട് പോയാൽ നമുക്ക് അടുത്ത ബെയ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഇടാനുള്ള ശ്രമം നടത്താം. എന്തായാലും ഒരു തകർപ്പ് മീൻ ഇവിടെ നിന്ന് കയറാതിരിക്കില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ബെയ്റ്റ് സെറ്റാക്കി നമുക്ക് അവിടെ തന്നെ ഇട്ട് കൊടുക്കാം. ഉറപ്പായിട്ടും കുറവയോ കരിമീനോ സിലോപ്പിയോ പോലുള്ള നല്ലൊരു മീൻ ഇവിടെ നിന്ന് അടിച്ച് കയറും എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ നമ്മൾ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. ശരിക്കും മീനുകളെ നമുക്ക് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ വലിച്ചുകൊണ്ട് ഓടുമ്പോൾ ഫ്ലോട്ടും വ്യക്തമായിട്ട് കണ്ട് നമ്മരെ കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ നല്ലൊരു കൊത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അധിക സമയമൊന്നും എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു പട സൈസ് മീൻ നമ്മുടെ ചൂണ്ടയിൽ കയറി അടിക്കുന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ ബെയ്റ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും നമ്മൾ പാഴാക്കാതെ കറക്റ്റായിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നമ്മൾ ആ ഹുക്കപ്പ് കൊടുക്കുന്ന ടൈമിംഗ് പാളിക്കഴിഞ്ഞാൽ മീൻ മിസ്സാവും. അതുകൊണ്ട് തന്നെ ഓരോ മില്ലി സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. ശ്രദ്ധ മാറാതെ നമ്മളത് കറക്റ്റായിട്ട് നിരീക്ഷിച്ച് നിന്നാൽ മാത്രമേ മീനടിച്ച് മീൻ കൊത്തുന്നുണ്ട്. നല്ല കൊത്താണ്. നല്ല സൈസ് മീനുകൾ ഇപ്പോൾ നമ്മുടെ ബെയ്റ്റിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ ഒരു മുട്ടൻ കുറുവിയോ സിലോപ്പിയോ കയറാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. നമ്മൾ അവനെ പൊക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടെ തന്നെ നമ്മൾ ബെയ്റ്റിട്ട് കെണിയൊരുക്കി കാത്തിരിക്കുകയാണ്. എനിക്കറിയാം ഇപ്പോൾ തന്നെ ഒരു ആറ്റ സൈസ് മീൻ കയറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഫ്ലോട്ട് നിരീക്ഷിച്ച് നിന്നാൽ മാത്രമേ മീൻ കൊത്തുന്നത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഹുക്കപ്പ് കൊടുത്ത് നമുക്കവനെ കയറ്റാനും പറ്റത്തുള്ളൂ. അപ്പോൾ മീനുകളുടെ വെള്ളത്തിൻ്റെ അടിയിലുള്ള ഓരോ ചലനം നമ്മൾ നിരീക്ഷിച്ചാണ് നിൽക്കുന്നത്. ബെയ്റ്റിട്ട് വെയിറ്റിങ്ങിലാണ്. ഉറപ്പായിട്ട് ഇപ്പോൾ ഒരു സൈസ് മീൻ ഇവിടെ നിന്ന് അടിച്ച് കയറും എന്നുള്ള കാര്യം വ്യക്തമാണ്.